അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് സൂറത്തുൽ ഹശ്റാണ്. ഹശ്ർ പിന്നെ മിക്ക ആളുകൾക്കും അതിന്റെ അവസാന ഭാഗങ്ങൾ അറിയുന്നതായിരിക്കും അല്ലെ. ഇതിന്റെ പശ്ചാത്തലങ്ങളും ഇതിന്റെ ചരിത്രം കുറച്ചധികം ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് അവസാനിപ്പിച്ചത് സൂറത്തുൽ മുജാദിലയായിരുന്നു. സത്യത്തില് സൂറത്തുൽ മുജാദില എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ ഈ 28ാമത്തെ ജുസുമായിട്ട് കുറച്ചൊരു ബന്ധം കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. കാരണം ഞാന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഇങ്ങനെ അറിയാം, ഇങ്ങനെ ഒരു ഏകദേശ രൂപമൊക്കെ അറിയാം. മുജാദില പറയുമ്പോ ആ ഒരു അള്ളാഹിനോട് തർക്കിച്ച ആ ഒരു സ്ത്രീയുടെ സംഭവമാണെന്ന് അറിയാം. ഹഷർ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റേ ബനു നദീർ, ബനു ഖുറൈള അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ഏകദേശ രൂപം അറിയാം, പക്ഷെ വിശദമായിട്ടൊന്നും അറിയില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ. ഈ ഒരു സൂറത്തുൽ മുജാദിലയിൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്, നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളും എല്ലാം അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു കുഞ്ഞു സൂറത്തിലൂടെ. അവസാനത്ത് നിർത്തുമ്പോ അല്ലാഹു തആല പറഞ്ഞ വാക്ക് എന്താ, എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഉലായിക റളിയല്ലാഹു അൻഹും വറളു അൻഹു ഉലായിക ഹിസ്ബുല്ലാഹി അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അതാ പറഞ്ഞു നിർത്തിയത് അല്ലെ. അതായത് അള്ളാഹുവിന്റെ കക്ഷികളെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ കക്ഷികൾ, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടവരാണ്, അവരാണ് അള്ളാഹുവിന്റെ കക്ഷികൾ. അള്ളാഹുവിന്റെ കക്ഷികൾ തന്നെയാണ് എന്ത്, വിജയികൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ അത് പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അള്ളാഹു പറഞ്ഞ ആ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ ആ കക്ഷികളിൽ നമ്മൾ പെടുന്നുണ്ടോ അല്ലെ, നമ്മൾ അതിൽ പെടുന്നുണ്ടോ? നമുക്ക് ആ അള്ളാഹു പറഞ്ഞ ആ വിജയികളിൽ ഉൾപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കണമെങ്കിൽ ആ പറഞ്ഞ ക്വാളിറ്റീസ് എന്തെല്ലാം നമ്മൾ അറിയണം അല്ലെ. അള്ളാഹു പറഞ്ഞ ആ ഗുണഗണങ്ങൾ നമ്മളിലുണ്ടോ? അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ നമ്മളോട് അള്ളാഹു ആണ് നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ. ദിവസേന നമ്മൾ എത്ര മെസ്സേജുകൾ കാണുന്നുണ്ട്, എത്ര മെസ്സേജുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ മെസ്സേജ് നമ്മൾ കാണാതെ പോകാൻ പാടില്ല അല്ലെ ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് കഴിഞ്ഞ ക്ലാസ്സുകൾ, സൂറത്തുൽ മുജാദിലയിലെ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, യൂട്യൂബിൽ ലിങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്, മിഷ്കാത്തിന്റെ ചാനലുണ്ട്. പിന്നെ അത് 3 ക്ലാസ്സുകളായിട്ടാണ് എടുത്തത്. അത് പറ്റുന്നവരൊക്കെ എന്താക്കാം, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ അത്രയും അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് അല്ലെ. റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹീതമായ പരിശുദ്ധ റമളാനിലെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 10 ദിവസങ്ങൾ പിന്നിട്ട് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോ എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിച്ചു, എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഇതൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തണം. ഹാസിബു ഫദ്ലൻ തുഹാസബു ആണ്. അപ്പൊ നമ്മൾ ഈ 10 ദിവസങ്ങൾ കഴിഞ്ഞ് 11 ദിവസങ്ങളാകുമ്പോ നമ്മളെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾക്ക്
നമ്മള് തുടക്കം കുറിച്ചു. ഉം. ശരിക്കും ശരിയായ രൂപത്തില് അള്ളാഹുലേക്ക് നമ്മൾ തിരിയുമ്പോ അള്ളാഹു നമ്മളെ തിരിക്കുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഓരോ രീതിയിലും ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെ എല്ലാം റബ്ബ് ഇത് നമുക്ക് ഒരു ഇബാദത്തിനുള്ള ഒരു അവസരം തന്നതാണെന്ന് മനസ്സിലാക്കാനും അത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ആ ഒരു സമാധാനത്തോടെ അത് സ്വീകരിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിന്റെ അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ എപ്പോഴും നമുക്ക് അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. എപ്പോഴും എപ്പോഴും ആ ശുക്രിന്റെ വിഷയത്തിൽ നമ്മൾ എന്താ പറയാ ഒരു ശ്രദ്ധ കൊടുക്കണം. നമുക്ക് ദിവസേന എന്ന് പറഞ്ഞ പോലെ ഓരോ സെക്കൻഡുകളിലും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. എന്തെല്ലാം പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും ഒരുപാട് ആശ്വാസങ്ങൾ ഒരു ഭാഗത്തുണ്ട് അല്ലേ? ശരിക്കും ഇങ്ങനെ റമദാനിന് മുമ്പ് വലിയൊരു പ്രയാസം മാനസികമായിട്ട് ഉണ്ടായ സമയത്ത് നല്ലപോലെ ദുആ ചെയ്ത് റമദാൻ ആകുമ്പോഴേക്കും അതൊരു ഭാഗത്ത് അൽഹംദുലില്ലാഹ് നല്ല ആശ്വാസം തന്നപ്പോ എന്താ പറയാ വേറൊരു ഭാഗത്ത് നമ്മൾ അല്ലെ ഒരു എന്താ പറയാ മനപ്രയാസം ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് ഭയങ്കര ആശ്വാസം, ഇങ്ങനെ എല്ലാം ഒരു എന്താ പറയാ കൂടിക്കുഴഞ്ഞ ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്താ പറയാ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഒരുപാട് സന്തോഷിക്കാനുള്ള വക ഉണ്ടെങ്കിലും അവിടെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലെ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇപ്പൊ ഞാൻ ചിന്തിച്ചു പോകുന്നത് എന്താ അറിയോ? അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇതായിരിക്കും അല്ലെ ആ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോ ചിന്തകളിൽ പോലെ മാറ്റങ്ങൾ വരികയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ? പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നല്ലേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരു എളുപ്പമുണ്ട് അല്ലെ? അങ്ങനെ എന്താ പറയാ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ജീവിതം അല്ലെ? ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മുമ്പ് ഒരു ഒരു ചൊല്ല് വായിച്ചിട്ടുണ്ട്. അതിനെന്താണ്? ഒരിറ്റ് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. അല്ലെ? നമ്മൾ പലഹാരത്തിന് രുചി വേണമെങ്കിൽ ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ അല്ലെ എത്ര നമ്മൾ ടേസ്റ്റിൽ ഉണ്ടാക്കിയാലും ഉപ്പില്ലെങ്കിൽ പോയില്ലേ അതിന്റെ ആ രുചി. ഒരു ബിരിയാണി എന്ന് ചിന്തിച്ചാൽ മതി അല്ലെ? എല്ലാ മസാലക്കൂട്ടുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാം അതിൽ എന്തെല്ലാം ചേർക്കണം അതൊക്കെ ചേർത്ത് നല്ല പശുനെയ്യും അല്ലെ മസാലകളും ഗരം മസാലയും മല്ലിയിലയും പുതിനയും അങ്ങനെ എന്തെല്ലാമോ അതിൽ ചേർക്കാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ചേർത്തിട്ട് ഉപ്പിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ ബിരിയാണി എന്തിനാ കൊള്ളാം അല്ലെ? ഇതുപോലെ നമ്മളെ ജീവിത പലഹാരം, നമ്മുടെ ജീവിതം അത് നല്ല ടേസ്റ്റ് ഉള്ളതാവണമെങ്കിൽ അതിൽ കണ്ണീരിന്റെ ഉപ്പും വേണമെന്നാ പറഞ്ഞത്. ഒരു കവി പാടിയതാണ്. എന്നിരുന്നാലും പ്രയാസങ്ങളും അല്ലെ ബുദ്ധിമുട്ടുകളും കാരണം നമുക്കറിയാം. നമ്മളിപ്പം ചരിത്രം പഠിക്കുന്നവരാണല്ലേ? ചരിത്ര ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടു പിന്നെയും പിന്നെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? പ്രയാസങ്ങൾ തന്നെയാണ് അല്ലെ? ചരിത്രം ശരിക്കും സൂറ യൂസുഫ് ഞാന് എന്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച സുഹൃത്താണ്. സൂറ യൂസുഫ് കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാല് ആ ഒരു 16-ാം വയസ്സ് SLC കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാൻ ഈ ചരിത്രങ്ങൾ ത്വാഹ, യൂസുഫ്, ഖസസ്, അങ്കബൂത്ത്, നംല് ഇങ്ങനത്തെ സൂറകളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ യൂസുഫ് നല്ല ആസ്വദിച്ച് കേട്ട് നമ്മളെ ടീച്ചറാണെങ്കിൽ നമുക്കത് ഖുറാന്റെ ഒരു ടീച്ചറാണ് നമുക്ക് എടുത്തു തന്നെ. പക്ഷെ നല്ല ഭംഗിയിൽ അത് പറഞ്ഞു തരുമ്പോൾ നമുക്കത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? അത് നല്ല ഭംഗിയിൽ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ആ സൂറ പഠിപ്പിച്ചു. പിന്നെ നമ്മളെ ഗ്രൂപ്പുകളിലൂടെ ഹന്ന മാഷാ അല്ലാഹ് നല്ല ഭംഗിയിൽ സൂറ യൂസുഫ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലപോലെ സൂറ യൂസുഫ് അറിയാം. പക്ഷെ ഇപ്പം നമ്മൾ അബ്ദുസലാം മൗലവിന്റെ ഖുർആനിന്റെ അകമ്പൊരുൾ എന്ന് പറഞ്ഞത് വീണ്ടും ഈ കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ചതായിരുന്നു. ഇപ്പൊ വീണ്ടും അത് ഈ റമദാനിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. സൂറ യൂസുഫിൽ നിന്നുള്ള പാഠങ്ങൾ തോന്നുന്നു അകമ്പൊരുളിലെല്ലാം തോന്നുന്നുണ്ട്. ജുമാ ഖുത്ബയിലാന്ന് തോന്നുന്നു പറഞ്ഞത്.
ശരിക്കും ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയി. വീണ്ടും കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത്, ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ളത്. നമ്മളെ ജീവിതത്തിൽ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് അത് അള്ളാഹു തആല അത് പറഞ്ഞു നിർത്തുന്നുണ്ട് ല്ലേ. അത് അത് കേട്ടിട്ട് സൂറ യൂസുഫ് ഓതിയപ്പോയില്ലേ, എന്തെന്നില്ലാത്തൊരു ഒരു അനുഭൂതി. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആ ഒരു ഇത് കേട്ടിട്ട് ആ സൂറ യൂസുഫ് ഇങ്ങനെ ഓതിയപ്പോ, കാരണം അതിങ്ങനെ മലയാളം വായിക്കുന്ന പോലെ മനസ്സിലാവും സൂറ യൂസുഫ്. കാരണം ചരിത്രം ആയതുകൊണ്ട്, കഥ ആയതുകൊണ്ട് ഓരോ ഘട്ടം 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 നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അത് എന്നിട്ട് ഈ ഒരു പിന്നെ മൗലവിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ ആ യൂസുഫ് ഇന്നലെ ഓതി പൂർത്തിയാക്കിയപ്പോഴല്ലേ, എന്തോ ഭയങ്കര സന്തോഷം, പറയാൻ കഴിയുന്നില്ല. എന്താ പറഞ്ഞാല് അത് ഒരു അത് ആ ഒരു ആസ്വാദനം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെ യാത്ര ചെയ്യണം. നമ്മൾക്ക് പറ്റുമെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് അവരവരുടേതായ ഒരു യാത്ര, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് അതിനുശേഷം നമ്മൾ എന്താക്കാനറിയോ, നമ്മളായിട്ടൊന്നിരുന്ന് ആ സൂറത്തൊന്ന് വായിക്കാൻ. നമ്മളിങ്ങനെ അർത്ഥവും ആശയവും പറയുന്നത് കേട്ട് ഒരു ക്ലാസ്, ആരുടെ ക്ലാസ് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഏതാണോ ഇഷ്ടം അത് കേൾക്കാം. ഞാൻ പൊതുവേ നമ്മളെ മോങ്ങ അബ്ദുസലാം മോങ്ങത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന, പണ്ട് മുതലേ കേൾക്കുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എന്താ പറയുക, ഒരു ശതമാനം ആ കാര്യത്തിൽ ഒരു മടുപ്പോ ഒരു ഇവരെ ക്ലാസ് കുറെ കാലമായാലും കേൾക്കുന്നതിനും നിർത്തിയിട്ട് വേറെ അത് കേൾക്കാതൊന്നും തോന്നിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. മനസ്സിലത് ഒരു വല്ലാത്തൊരു സ്വാധീനം ചെലുത്തുന്ന ക്ലാസ്സുകളാണ് എല്ലാ ക്ലാസ്സുകളും. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അതുപോലെ ഞാൻ പറയാം, ഇപ്പൊ ഞാനിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയും, ടീച്ചർ ദുആ ചെയ്യുന്ന ദുആകളൊന്ന് പിന്നെ ഒന്ന് പ്രത്യേകം വേറെ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമോ, അല്ലെങ്കിൽ അത് എഴുതിയ നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ, പിന്നെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്. പേഴ്സണലി സത്യം പറയാലോ, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഒന്ന് ഈ അബ്ദുസലാം മോഹത്തിന്റെ ക്ലാസ് കേട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പ്രാർത്ഥിക്കാം. അതുപോലെ അനസ് മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് നമ്മളെ കണ്ണൂര്, പിന്നെ ഐനുൽ മാരിഫിലെ അനസ് മൗലവി. മൂപ്പര് ക്ലാസ്സുകൾ അവസാന ഭാഗത്ത് നല്ല ദുആ ആയിരിക്കും, കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പൊ ഞാൻ എന്താക്കുന്നത്, ആ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ആ ദുആകൾ എഴുതിയെടുത്തിട്ട് ബുക്കിൽ എഴുതിയെടുത്തിട്ട് ഞാൻ പഠിച്ചു. മൗലവിന്റെ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് ദുആ ചെയ്യുന്ന ദുആകളെല്ലാം ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ ദുആ ചെയ്ത് ഞാൻ പഠിച്ചതാ. പിന്നെ മാഷാ അല്ലാഹ് അപ്പൊ ഇങ്ങനെ ഓരോ സംഭവം ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൂട്ടി ചേർത്ത് ദുആ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് താല്പര്യം കാണിക്കുന്നു, നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹു അതിൽ ഓരോ കാര്യത്തിലും നമുക്ക് എളുപ്പം തരാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സൂറത്തുകൾ ഏതെങ്കിലും ആയിട്ട് നമ്മൾ ഒരർത്ഥവും ആശയവും അറിയുന്ന രീതിയിൽ നമ്മൾ അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അർത്ഥങ്ങൾ പരമാവധി മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് അതിന്റെ ഗുണങ്ങൾ, അതിന്റെ ഫലങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് കിട്ടും. വെറും പാരായണത്തിലപ്പുറം അതിലെ കാര്യങ്ങൾ എന്താണെന്ന് കാണുമ്പോൾ, അല്ലെ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് കാണുമ്പോൾ അതൊന്ന് എത്തി നോക്കി അതിന്റെ ആയത്തിന്റെ അർത്ഥം കൂടി ഒന്ന് നോക്കിയാല്, പാരായണത്തിന് തന്നെയാണ് ഈ റമദാനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നിരുന്നാലും ആ പാരായണത്തിന്റെ ഒരു പൂർണ്ണമായ ഒരു ഫലം, ഒരു റിസൾട്ട് നമുക്ക് ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ അർത്ഥങ്ങൾ എന്താണ്, അല്ലെ. കാരണം മുൻഗാമികളായ സലഫുകളായിക്കോട്ടെ, സഹാബക്കളായിക്കോട്ടെ, അവരൊക്കെ അറബികളായിരുന്നു, അവരുടെ ഭാഷ അറബിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു തഫ്സീറിന്റെ ആവശ്യമില്ല, അടുത്തൊരു തഫ്സീർ വെക്കേണ്ട ആവശ്യമില്ല, അല്ലെ. പക്ഷെ പിന്നെ 10 മിനിറ്റ്. അപ്പോ അവർക്ക് അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് അറിയണം, അല്ലെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മുമ്പേ എനിക്ക് തഫ്സീർ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. പണ്ടേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓതിപ്പോയതിനേക്കാളും എനിക്ക് ഇഷ്ടം ഞാൻ അതിന്റെ ആയത്തിന്റെ അർത്ഥം എന്താന്ന് ഇപ്പൊ ഒരു പേജ് ഓതി കഴിഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ തഫ്സീർ എടുത്ത് ഞാൻ നോക്കും. പിന്നെ എനിക്ക് കുറെ ഖത്തം തീർക്കാൻ പണ്ടേ കഴിയാറില്ല, ഒരുപാട് ഖത്തമൊന്നും എനിക്ക് ഓതി തീർക്കാൻ കഴിയാറേ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ഓതുമ്പോ അതിന്റെ അർത്ഥം ഒന്ന് നോക്കൂ, എന്നിട്ട് എനിക്ക് അടുത്ത അങ്ങനെ ഓതും. ചിലപ്പോ ഓതിയ പേജുകൾ തന്നെ ഒരു ചിലപ്പോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഓതും. അങ്ങനെയെല്ലാം ഞാൻ മുമ്പേ അങ്ങനെ ചെയ്യുന്നോണ്ടാണെന്ന് അറിയില്ല. അൽഹംദുലില്ലാ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ശരിക്കും ഞാൻ പറയാം
ഒട്ടുമിക്ക സൂറകളും തഫ്സീറൊന്നും നോക്കാതെ തന്നെ അതിന്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലേക്ക് ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്. ഞാൻ വിചാരിക്കാം അത് റിപ്പീറ്റ് ചെയ്ത് അർത്ഥങ്ങൾ നോക്കിയത് കൊണ്ടായിരിക്കാം ആ ഒരു ഇതിപ്പം കിട്ടുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത്, റമദാനിലും അല്ലാത്ത മാസങ്ങളിലും ഒക്കെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ ജസ്റ്റ് ഒരു വായന എന്നുള്ള രീതിയിലെങ്കിലും ഒന്ന് വായിച്ചു പോകുന്ന രീതിയിൽ അർത്ഥത്തോടു കൂടി തന്നെ എല്ലാ ആയത്തുകളും നോക്കുന്നില്ലെങ്കിലും ചില ആയത്തുകളെങ്കിലും ഇങ്ങനെ നോക്കി ചില സൂറത്തുണ്ടെങ്കിൽ എന്താണ് അത് ചില സൂറത്തിൽ എന്താണോ പറയുന്നത് ഒന്ന് നോക്കാലോ എന്നൊക്കെ കരുതിയിട്ട് ഒന്ന് നോക്കിയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് റിസൾട്ട് കൊണ്ടുതരും. ഉറപ്പായിട്ടും അള്ളാഹു പിന്നെ അതിന്റെ ആ ഒരു ആസ്വാദനത്തിലേക്ക് നമ്മൾ എത്തിക്കും ഇൻഷാ അള്ളാ. എല്ലാവർക്കും അതിനുള്ള നല്ലൊരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമുക്ക് സൂറത്തുൽ ഹശ്റിലേക്ക് കിടക്കാം. സൂറത്തുൽ ഹശ്റിന് പിന്നെ സൂറത്തുൽ ഹശ്ർ എന്നും പേരുണ്ട്, അതുപോലെ സൂറത്ത് ബനു നളീർ എന്നുള്ള പേരും ഉണ്ട്. ഈ രണ്ട് പേരുകളാണ് ഈ സൂറത്തിന് പറയുന്നത്. ഹശ്ർ എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ തുരത്തി ഓടിക്കൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. മദീനയുടെ അടുത്ത് താമസിച്ചിരുന്ന ബനു നളീർ ഗോത്രക്കാരായ യഹൂദര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മുനാഫിഖുകളെ കപടവിശ്വാസികളെ ആ ഒരു ഇതും യഹൂദികളെ അതായത് അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതുമായിട്ട് കണക്ഷൻ ഈ സൂറകൾക്കുണ്ട്. അപ്പം ആ ബനു നളീറുകാരായ യഹൂദികളാണ് പുറത്താക്കുകയും അവരെ പിന്നെ പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിറി പിന്നെ താമസിക്കുന്ന ആ ഒരു സംഭവം ഈ സൂറത്തിൽ പിന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഹശ്ർ എന്നുള്ള പേര് വന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. അതായത് പിന്നെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ആദ്യമായി യഹൂദർ പുറത്താക്കപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഇതെന്നാ പറയുന്നത്. പിന്നെ ബനു നളീർ ഗോത്രക്കാരുമായ സംഭവങ്ങൾ വിവരിക്കുന്നത് കൊണ്ട് ബനു നളീർ എന്നുള്ള ഒരു പേരും ഈ സൂറത്തുൽ ഹശ്റിന് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിന്റെ ഒരു ചുരുക്കപ്പെട്ട ഒരു സംഭവം വരാം. പിന്നെ ഈ ഒരു സൂറ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഫസ്സലായിട്ടുള്ള അധ്യായങ്ങളിൽപ്പെട്ട ഒരു സൂറയാണ് ഈ സൂറത്തുൽ ഹശ്ർ എന്ന് പറയുന്നത്. അതായത് ഈ സൂറത്തിന്റെ അവസാനത്തെ 3 ആയത്തുകൾക്ക് ശ്രേഷ്ഠത ഉണ്ടെന്ന് അറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത് പക്ഷെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അൽബാനി അത് പിന്നെ ദുർബലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില പിന്നെ പണ്ഡിതന്മാരത് പിന്നെ സ്വഹീഹാണെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൂറത്തിന്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ശക്തി, കഴിവ്, പിന്നെ അതുപോലെ അള്ളാഹുവിന്റെ ഇസ്സത്തും പിന്നെ നമുക്ക് അള്ളാഹു നൽകിയ ആ ഒരു പിന്തുണ, ആ ഒരു സഹായത്തിന്റെ ആ കാര്യങ്ങളൊക്കെയാണ് ഈ സൂറത്തില് പിന്നെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. പിന്നെ അതുപോലെ ബനു നളീർ ഗോത്രക്കാരായ യഹൂദികൾ മദീനയിലെ അവരുടെ വീടുകളിൽ നിന്ന് പിന്നെ താമസ സ്ഥലത്ത് നിന്ന് പിന്നെ തുരത്തി ഓടിക്കപ്പെട്ടത് ശരിക്കും അള്ളാഹുവിന്റെ റസൂലിനുള്ള ഒരു സഹായവും അതുപോലെ അള്ളാഹുവിന്റെ ശക്തിയാണ് നമുക്ക്. കാരണം അവര് ഉയർന്ന വലിയ കോട്ടകളും ശക്തമായ പ്രതിരോധ മാർഗങ്ങളും ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്തിന് മുമ്പിൽ അവർക്ക് അതൊന്നും ഒരു ഫലവും ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂറ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബാക്കളുടെ സ്ഥാനം സുബ്ഹാനല്ലാഹ് അത് ഈ സൂറത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവർക്ക് എത്രത്തോളം അല്ലാഹു തആല ആ ഒരു പദവി നൽകി അവരെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും അല്ലെ, മുഹാജിറുകളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളെ എല്ലാ വിശാലമായ മനസ്സോടെ മദീനയിൽ സ്വീകരിച്ച അൻസാറുകൾ സുബ്ഹാനല്ലാഹ് അല്ലെ, അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് ഉന്നതന്മാർ തന്നെയാണ് അല്ലെ. പിന്നെ ആ ഒരു സ്ഥാനം അവർക്ക് അള്ളാഹു തആല നൽകിയ ഒരു പദവി പിന്നെ അവരെ തുടർന്ന് വരുന്ന അതായത് തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്കും
ആ ഒരു പദവിയും സ്ഥാനവും അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ സുഹൃത്തുക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ശരിക്കും വലിയ പോയിന്റുകളാണ്. നമ്മളെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തേണ്ട ഒരു വിഷയം കൂടിയാണിത്. പിന്നെ അതുപോലെ അവസാന ഭാഗങ്ങളില് കപട വിശ്വാസികളെ ആ സ്വഭാവ ദൂഷ്യങ്ങളും അവരുടെ എന്താ പറയാ കുതന്ത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നിഷേധികളായ ആളുകളെ പിശാച് വഞ്ചിക്കുന്ന രൂപവും അത് തമ്മിലുള്ള താരതമ്യങ്ങളും ഒക്കെ നമുക്ക് ഈ സൂറത്തിലൂടെ പഠിക്കാൻ ഉണ്ട്. അതേപോലെ അള്ളാഹുലും അവന്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിച്ചവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പരലോകത്തെ കുറിച്ച് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി. സ്വർഗക്കാർക്കും നരകക്കാർക്കും ഇടയിലുള്ള അന്തരം എന്ന് പറയുന്നത് അത് അത്രയും വലുതാണ് എന്നുള്ള കാര്യവും നമുക്ക് അള്ളാഹു തആല ഈ സൂറത്തിൽ നിന്ന് അള്ളാഹു തആല വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ ഉത്തമമായ അസ്മാഉൽ ഹുസ്ന നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഈ സൂറത്തിനെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഈ ബനൂ നളീർ യുദ്ധം, അതിന്റെ കാരണം, അതിന്റെ സമയം, അതിന്റെ കാര്യങ്ങള്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് തഫ്സീർ എടുത്തിട്ട് അതൊന്ന് വായിക്കുക. അതല്ലെങ്കിൽ ഞാൻ പിന്നീട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വോയിസ് ആക്കിയിട്ട് നമുക്ക് അയച്ചു തരാം. കാരണം അത് ഒരു കുറച്ച് അധികമുണ്ട്. നമുക്ക് ആയത്തുകളിലൂടെ നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ആയത്തിലേക്ക് പോകാം. അതുപോലെ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിൽപ്പെട്ട അധ്യായമാണ് ഇതിൽ. നഅ്മ മുജാദലയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലെ. സോറി, മുജാദലന്റെ തുടക്കം ഖദ് സമി അല്ലാഹു ഖൗലൽ ലദീ തുജാദിലുഹാണല്ലോ അല്ലേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവെ പ്രകീർത്തനം ചെയ്തിരിക്കുന്നു. അവൻ മഹാപ്രതാപവാനായ, അതായത് അസീസായ, അല്ലെ, അതീവ യുക്തിമാനായ, ഹക്കീമുമാകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പറയുന്നത് അല്ലെ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലമാന സൃഷ്ടികളും അള്ളാഹുവിനെ എന്താക്കുന്നുണ്ട്? മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
എല്ലാ ന്യൂനതകളിൽ നിന്നും അവനെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത പ്രതാപവാനാണ് ആര്? അസീസായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലെ? പിന്നെയോ അള്ളാഹു തന്റെ സൃഷ്ടിപ്പിലായിക്കോട്ടെ, മതനിയമങ്ങളിലായിക്കോട്ടെ, പ്രാപഞ്ചികമായ വിധികളിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം യുക്തിമത്തായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ അഖ്റജൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ. വേദക്കാരിൽപ്പെട്ട, അതായത് ഇസ്ലാമിനെ നിഷേധിച്ചവരെ ഒന്നാമത്തെ തുരത്തി ഓടിക്കലിൽ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയവൻ അവനാകുന്നു. അല്ലേ? അള്ളാഹു ആകുന്നു. മാ ലനൻതും അൻ യഖ്റുജൂ. അവര് അവരുടെ വീടുകളിൽ നിന്ന് അല്ലെ പുറത്തിറങ്ങുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. വളന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്. അവര് വിചാരിച്ചെന്താണെന്നറിയോ? അവരുടെ കോട്ടകൾ അവരെ അള്ളാഹുവിൽ നിന്ന് പ്രതിരോധിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബൂ. എന്നാൽ അവർ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെന്ന് അള്ളാഹു എത്തി. എന്നിട്ടോ വഖദഫ ഫീ ഖുലൂബിഹിം الرعب. അവരുടെ മനസ്സിൽ അവൻ ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്തു. യഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീൻ. അങ്ങനെ അവരുടെ വീടുകൾ അവരുടെ കൈകളാൽ തന്നെയും പിന്നെയോ മുസ്ലിങ്ങളായ വിശ്വസിച്ചവരുടെ കൈകളാലും അവർ തകർക്കുകയും ചെയ്തു. ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ. അതിനാൽ ചിന്തിക്കുന്ന കണ്ണുള്ളവർ എന്നോ ഉലുൽ അബ്സാർ കാഴ്ചയുള്ളവരെ നിങ്ങൾ ഇതിൽ നിന്നും ഫഅതബിറൂ ഇബ്റത്ത് ഇബ്റ എന്നിട്ടില്ലേ? ഇന്ന ഫീ ദാലിക ലഇബ്റത എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇബ്റ. ഫഅതബിറൂ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക എന്നാ പറയുന്നത്. കണ്ണുള്ളവരെ നിങ്ങൾ ഇതില് ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെ നിഷേധിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയ ബനു നളീറുകാരെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ആദ്യത്തെ തവണ പുറത്താക്കിയത് അള്ളാഹുവാണ്. പിന്നെ അപ്പൊ ഇവിടെ ആദ്യത്തെ തവണ എന്ന് പറയാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ പറയാ? അവ്വലുൽ ഹശ്ർ വെച്ചാൽ ഇനിയും അറബ് നാടുകളിൽ നിന്ന് ഈ യഹൂദികൾ ഉണ്ടാക്കാനുണ്ട്, പുറത്താക്കാനുണ്ട് എന്നുള്ളതാണ്. തൗറാത്തിന്റെ വക്താക്കളാണ് ആര്? ഈ യഹൂദികൾ. അല്ലെ? അവരാണ് ആര്? ഈ ബനു നദീർ ഗോത്രക്കാർ. മദീനയിലെ മുസ്ലിങ്ങളുമായിട്ട് ബനു നദീർക്കാർക്ക് ഒരു കരാറുണ്ടായിരുന്നു. അവരെന്താക്കി? ആ കരാറ് ലംഘിച്ചു. പിന്നെ അങ്ങനെ അവര് പിന്നെ ബഹുദൈവ ആരാധകരോടൊപ്പം അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളെ കൂടെ നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ അവർ നിലകൊള്ളു. അതിനുള്ള ഒരു ശിക്ഷ എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയത്? അവരെ ഇവിടുന്ന് നാട് കടത്തപ്പെട്ടത്. എന്നിട്ട് പിന്നെ മുസ്ലിങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് എന്താ പറയുന്നത്? പിന്നെ ശരിക്കും ഈ യഹൂദികൾക്ക് അവർക്ക് ഉണ്ടായിരുന്ന ആ ശക്തിയും പ്രതാപവും വെച്ചിട്ട് അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലേ? പക്ഷെ അള്ളാഹു എന്താക്കി? അള്ളാഹു അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അവരിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി യുദ്ധം ആരംഭിക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അവര് തങ്ങളുടെ ഭവനങ്ങളിൽ തിരിച്ചു ഓടിക്കുകയും നാടുകടത്തുകയും ചെയ്തു. അതിന്റെ കൂടെ അള്ളാഹു എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു കടുത്ത ഭയം ഇട്ടുകൊടുത്തു. അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മുസ്ലിങ്ങൾ എങ്ങാനും ഉപയോഗിച്ച് കളയുമോ എന്ന ഭയത്താൽ അവരെന്താക്കിയെന്നറിയോ? അവരുടെ വീടുകൾ അവരുടെ കൈകൾ കൊണ്ട് തന്നെ പൊളിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ പിന്നെ മുസ്ലിങ്ങളും മുസ്ലിം സൈന്യവും അവരുടെ കോട്ടകളും ഭവനങ്ങളും പുറത്തും തകർക്കുകയും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം കണ്ണുള്ളവർക്ക് എന്തുണ്ട്? പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്നാ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ നിഷേധം കാരണമാണ് അവർക്ക് ഈ രൂപത്തിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു ഇത് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങളാകാൻ പാടില്ല എന്നാണ് ഇവിടെ നിന്നും ഉൾക്കൊള്ളാനുള്ള പാഠം. പിന്നെ എന്നിട്ട് മൂന്നാമത്തെ ആയത്ത് അല്ലാഹു തആല എന്താ പറയുന്നത്? വലൗല അൻ കതബ അല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദബഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുന്നാർ.
അള്ളാഹു അവരുടെ മേൽ നാട് ഉപേക്ഷിച്ചു പോവുക എന്നത് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇഹ്ലോകത്ത് വെച്ച് അവൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. പരലോകത്ത് അവർക്ക് നരക ശിക്ഷയുണ്ട്. കാരണം അവര് ഈ ഒരു മൂന്നാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ശരിക്കും ഈ ബനുനദീർകാരായ യഹൂദികളെ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അള്ളാഹു താല വിധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ദുനിയാവുന്ന തന്നെ അവരുടെ മേലെ യുദ്ധവും തടവ് ശിക്ഷ അള്ളാഹു താല ശിക്ഷയായിട്ട് നിശ്ചയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പക്ഷെ ഇവിടെ അള്ളാഹു താല പറഞ്ഞ പരലോകത്ത് അവർക്ക് കഠിനമായ ശിക്ഷ അല്ലെ നരകശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട്. അവരതിൽ ശാശ്വതവാസികളായിരിക്കും. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട അവതരണ പശ്ചാത്തലം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഐഷാദാനി വേദന ചെയ്യുന്നത് യഹൂദരിൽപ്പെട്ട ഒരു സംഘമായിരുന്ന ബനുനദീറുകാർ അവരുമായുള്ള യുദ്ധം ബനുനദീർ യുദ്ധം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ബനുനദീറുകാരുടെ ഭവനങ്ങളും ഈത്തപ്പനകളും മദീനയുടെ ഒരു വശത്തായിരുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപരോധിച്ചു. നാട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളാമെന്നും ഒട്ടകപ്പുറത്ത് വഹിക്കാൻ കഴിയുന്ന സാധിക്കുന്ന ആയുധം ഒഴികെയുള്ള സമ്പാദ്യവും വിഭവങ്ങളും മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ള നിബന്ധന അംഗീകരിക്കുന്നതുവരെയായിരുന്നു യുദ്ധം. അപ്പോഴാണ് അള്ളാഹു സൂറത്തുൽ ഹസ്റിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഷാമിലേക്ക് നാടുകടത്തി. യഹൂദരിലെ മുൻകാലക്കാരിൽ നാടുകടത്തൽ വിധിക്കപ്പെടാത്ത ചിലരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരായിരുന്നു ബനുനദീറുകാർ. ഇക്കൂട്ടർക്ക് കൂടി നാടുകടത്തൽ ഉണ്ടാകുന്നതാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ വിധിയിൽപ്പെട്ടതായിരുന്നു. ഈ വിധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ബനുനദീർ ഗോത്രക്കാർക്ക് ഇഹലോകത്ത് തന്നെ വധശിക്ഷയും തടവ് ശിക്ഷയും നേരിടേണ്ടി വരുമായിരുന്നു. നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ആ ഒരു ശിക്ഷ യഹൂദികൾക്ക് ചരിത്രത്തിൽ പലപ്പോഴായി നൽകിയിട്ടുണ്ട്. എന്നാൽ മുൻഗാമികൾക്ക് ഈ ശിക്ഷ തീർത്തും നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അള്ളാഹു ഇവർക്ക് ആ രൂപത്തിലൊരു ശിക്ഷ അള്ളാഹു താലാന്റെ ഭാഗത്തു നിന്നുണ്ടായി അല്ലെ. പിന്നെ 4-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ദാലിക ബിന്നഹും ഷാഖുല്ലാഹ വറസൂലഹു അല്ലെ. അവര് എന്ത് കാരണത്താലാണ് അള്ളാഹു താല ഈ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയതും ഈ കഠിനമായ ശിക്ഷ പരലോകത്ത് അവർ കാത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അവരെ റസൂലിനോടും അള്ളാഹുവിനോടും കടുത്ത എതിർപ്പ് കാണിച്ചതിന്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ സൂറത്തിലും ഇതേപോലെ ഒരു വിഷയം വരുന്നുണ്ട് അല്ലെ, അള്ളാഹുവിന്റെ റസൂലിനോട് ശത്രുത പുലർത്തുന്നതിനെ പറ്റിയിട്ട്. അപ്പം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അവരെ അള്ളാഹു താല എന്താണ് ശദീദുൽ ഇഖാബ്, കഠിനമായി അള്ളാഹു താല ശിക്ഷിക്കുന്നതാണ് എന്നാണ് ഇതിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. അപ്പോ പിന്നെ ഈ ആയത്തുകളിൽ നിന്നെല്ലാം നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലെ. അതായത് പിന്നെ വിജയം സത്യത്തിന്റെ ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ സൈന്യമാണ് എന്താണ് പിന്നെ ഏറ്റവും വലിയ ശക്തി അല്ലെ. ശരിക്കും ആ സൈന്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയോ? ആ ശത്രുക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഒരു ഭയം. പിന്നെ എന്ത് വലിയ സൈനിക സന്നാഹങ്ങൾ ഉണ്ടായാലും പിന്നെ ഈ ഭയം എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതോടുകൂടി അവർക്ക് എന്തില്ല, പിന്നെ എന്തൊരു ശക്തിയും പിന്നെ സൈനിക ബലവും സന്നാഹങ്ങളും ഉണ്ടായിട്ട് അതിനെ മേലെ പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് അള്ളാഹു അല്ലാത്ത എന്തൊന്നില്ല അഭയം അന്വേഷിച്ചാലും അവർ പരാജിതനാകും എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിന്റെ മേലും നമ്മൾ അവലംബിക്കാൻ പാടില്ല. കാരണം അവര് ഇപ്പൊ അവലംബിച്ചത് അവരുടെ കോട്ടകൾ, വലിയ കോട്ടകൾ അവർ വിചാരിച്ചു അതവരെ സംരക്ഷിക്കുന്നു. പക്ഷെ അതൊന്നും അവർക്ക് യാതൊരു ഇതും നൽകിയില്ല അല്ലെ. ശരിക്കും ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഇതിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ യുദ്ധസംബന്ധമായ ഈ സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം അല്ലെ. ഇവിടെ നമ്മൾ ഏറ്റവും തവക്കുൽ ചെയ്യേണ്ടത് എവിടെയാണ്? അള്ളാഹുവിലാണ്. അല്ലാതെ നമ്മള് വലിയ ശക്തമായ കഴിവുള്ള വലിയൊരു രാജ്യത്താ ഉള്ളത് അല്ലെ. UAE, പിന്നെ എന്താണ് ബഹ്റൈൻ, പിന്നെ അബുദാബി, ഖത്തർ, അങ്ങനെ പല സ്ഥലങ്ങളിലുമാണ് പിന്നെ ആക്രമണങ്ങൾ ഉണ്ടായത് അല്ലെ. അപ്പോ പിന്നെ നമ്മൾ അവിടെ ഒരിക്കലും നാടിന്റെ മഹത്വം കൊണ്ട് നാട്ടിലെ
ഭരണാധികാരികളുടെ മാറ്റം കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്ന് വിചാരിക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ തവക്കുൽ ചെയ്യാൻ പാടില്ല. ഞങ്ങളിവിടെ സേഫാണ്, നമ്മളെ നാടെന്ന് പറയുന്നതിൽ അത്രയും സുരക്ഷിതത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താണ്, അവിടെ എല്ലായിടത്തും നമ്മളെ റബ്ബുണ്ടല്ലേ, അള്ളാന്റെ തീരുമാനപ്രകാരമല്ല അതൊന്നും നടക്കൂല. അള്ളാഹുല് ഞങ്ങൾ എന്താക്കുന്നു, അള്ളാഹുല് പരമേൽപ്പിക്കുന്നു. അള്ളാഹ് ഉണ്ട് നമ്മളെ കൂടെ, നമ്മളെ സഹായിക്കാൻ അള്ളാഹ് ഉണ്ട് എന്ന ആ ഒരു ഉത്തമ ബോധത്തോടു കൂടി തന്നെ നമ്മൾ എന്താക്കണം, അള്ളാഹുവില് പരമേൽപ്പിക്കണം. അപ്പൊ നമ്മളെ അള്ളാഹു തആല എന്താക്കും, അള്ളാഹു സംരക്ഷിക്കും. അല്ലെ, സുബ്ഹാനല്ലാഹ്. ആ ഒരു സമാധാനം ശരിക്കും ഹൃദയത്തിലാണ് കിട്ടേണ്ടത് അല്ലെ. ഹൃദയത്തിൽ ആ സമാധാനം ഉണ്ടാവുന്നില്ലേ, നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവൂല. നമ്മളെ ഒരാൾക്കും വിഷമിപ്പിക്കാൻ നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. നമ്മൾ ആരുടെ അടിമയാണ്, നമ്മൾ ആരുടെയും അടിമയല്ല, നമ്മൾ അള്ളാഹുവിന്റെ മാത്രം അടിമയാണ് അല്ലെ. അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരാളും എന്താക്കാൻ പാടില്ല, ഒരു തരത്തിൽ സ്വാധീനം ചെലുത്താൻ പാടില്ല. ഒരാൾക്കും നമ്മളെ പ്രയാസപ്പെടുത്താൻ നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല അല്ലെ. നമ്മളെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരെന്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ നല്ല ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം അല്ലെ. കാരണം ഭീഷണികളും പ്രയാസങ്ങളും വന്നപ്പോ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല എന്താ പറയാ അറിയോ, വാതത്തുഹും ഈമാനാന്നാ പറഞ്ഞത്. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്തത്, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്തത്. അതേപോലെ നമ്മളും അങ്ങനെയുള്ളവരാകണം. അവരുടെ പിൻഗാമികളല്ലേ നമ്മള് അല്ലേ. സഹാബത്തിന്റെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളല്ലേ നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, തോറ്റുപോകാൻ പാടില്ല. നമ്മള് ശക്തമായ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ ഇവിടെ അല്ലാഹു തആല കാഴ്ചയുള്ളവരോട് അല്ലെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും അല്ലാഹു തആല പറയുന്നുണ്ട്. കാരണം എന്താ, സത്യത്തിനെതിരെ നിലകൊള്ളുകയും സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ കണ്ണുള്ള ഓരോരുത്തരും കണ്ട് അത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അതിനെക്കുറിച്ച് അതിൽ നിന്ന് എന്താകണം, പാഠം ഉൾക്കൊള്ളണം. അല്ലാതെ കണ്ണുണ്ടായിട്ടും കാണാത്തവരെ പോലെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ പാടില്ല. കണ്ണുകൾ അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണാനാണ് ഉപയോഗിക്കേണ്ടത്. എന്താ കാണേണ്ടത്, അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെയാണ് നമ്മൾ കാണേണ്ടത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തെരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല എന്താ പറയുന്നത് അറിയോ, ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. എന്താ പറയുന്നത്, നിങ്ങൾ വല്ല ഈത്തപ്പനയും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിൽക്കാൻ വിടുകയോ ചെയ്യുന്ന പക്ഷം അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും അധർമ്മകാരികളെ അപമാനപ്പെടുത്തുവാനും വേണ്ടിയാണ്. എന്താ പറയുന്നറിയോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ട് പറയുന്നതാണ്. നിങ്ങൾ ബനൂ നദീർക്കാരുമായുള്ള യുദ്ധത്തിൽ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഈത്തപ്പനവർഗ്ഗം മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഉപകരിക്കുമല്ലോ എന്നതിനാൽ ചിലത് വേരോടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്നാണ് പറയുന്നത്. ആ പ്രവർത്തനം ഒരിക്കലും എന്തല്ല, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കലായിരുന്നില്ല. കാരണം കരാറ് ലംഘിച്ചത് ആരാണ്, അള്ളാഹുവിനോടുള്ള അനുസരണം അവസാനിപ്പിച്ച് യഹൂദരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ കരാറ് പാലിക്കുക എന്നുള്ളത് എന്താണ്, ഓരോരുത്തരുടെ മേലെ ബാധ്യതയാണ്. ആ കരാറ് ലംഘിക്കലോ അല്ലെ, അവിടെ അവരതാണ് ചെയ്തത്. എന്താ ചെയ്തത്, മാന്യതയ്ക്ക് പകരം വഞ്ചനയും കരാർ ലംഘനയും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താക്കേണ്ടതില്ല, യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല എന്താണ്, നിന്ദ്യതയാണ് അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും വമാ ഔജഫ്തും അലൈഹി മിൻ ഖൈരിൻ വലാ റികാബിൻ വലാകിന്ന അല്ലാഹു യുസല്ലിതു റസൂലഹു അലാ മൻ യശാ വല്ലാഹു
അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ പറയുന്ന അറിയോ? അള്ളാഹു താല അവരിൽ നിന്ന്, അതായത് യഹൂദരിൽ നിന്ന് അള്ളാഹു അവന്റെ റസൂലിന് കൈവശപ്പെടുത്തി കൊടുത്തതെന്തോ അതിനായി നിങ്ങൾ കുതിരകളുടെയോ ഒട്ടകങ്ങളുടെയോ പുറത്ത് ഏറിയിട്ടില്ല. പക്ഷെ അള്ളാഹു അവന്റെ ദൂതനെ ഉദ്ദേശിക്കുന്ന നേർക്ക് എന്താണ് അധികാരപ്പെടുത്തി അയക്കുന്നു. അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ്. ഉം ഒരു പ്രയാസം ഇല്ലാതെയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബനീ നളീറുകാരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒക്കെ നൽകിയത് അല്ലെ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം അങ്ങനെ കുറെ പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അതെന്താ അള്ളാഹു താല പറയുന്നത്? അള്ളാഹു അവന് തന്റെ ദൂതന്മാർക്ക് അവന് ഉദ്ദേശിക്കുന്നത് അവനത് അള്ളാഹു നൽകുന്നു അല്ലെ. അതെല്ലാ കാര്യത്തിനും അള്ളാഹുവിന് കഴിവുണ്ടല്ലോ. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വീണ്ടും പറയുന്നു, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറ വലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബ വൽയതാമ വൽ മസാകീൻ വബ്നിസ് സബീൽ. كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. എന്താ പറയുന്നത്? അള്ളാഹു അവന്റെ റസൂലിന് വിവിധ നാടുകളിൽ നിന്ന് ആയി കൈവരുത്തി കൊടുത്തതെന്തോ അത് അള്ളാഹുവിനും അവന്റെ റസൂലിനും അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഉള്ളതാകുന്നു. ഉം ആ ധനം അത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാവാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിങ്ങൾ നിന്ന് അവിടെ നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. എന്താ പറഞ്ഞത്? ഒരു യുദ്ധത്തിന്റെയോ പടനീക്കത്തിന്റെയോ ആവശ്യമില്ലാതെ അള്ളാഹു അവന്റെ റസൂലിന് കൈവശപ്പെടുത്തി കൊടുത്തിട്ടുള്ള വ്യത്യസ്ത നാട്ടുകാരുടെ സമ്പാദ്യങ്ങളുണ്ടല്ലോ, അത് അള്ളാഹുവിനുള്ളതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നിശ്ചയിക്കുന്നതാണ്. അതിന്റെ അധികാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെന്നാണ് പറയുന്നത്. ഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളായ ബനൂ ഹാഷിമിനും ബനുൽ മുത്തലിബിനും അതിൽ പങ്കുണ്ട്. കാരണം എന്താ? അവര് സക്കാത്ത് സ്വീകരിക്കലിൽ നിന്നും തടയപ്പെട്ടവരാണ് അല്ലെ. അവർ അനാഥകൾക്കും ദരിദ്രർക്കും യാത്രാവിഭവം നഷ്ടപ്പെട്ട വൈപോക്കർക്കും അതോടൊപ്പം ഈ സമ്പത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നത്. ഉം സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ദരിദ്രർക്ക് ലഭിക്കാതെ ധനികരിൽ മാത്രം ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം വിധിച്ചതെന്ന് പറയുന്നു. ഉം പിന്നെ അപ്പോ ഇവിടെ എന്താ അള്ളാഹു താല പറഞ്ഞു വെച്ചാല്, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്താണോ അത് നമ്മൾ എന്താ സ്വീകരിക്കാം അല്ലെ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു തന്നത് അത് നമ്മൾ സ്വീകരിക്കാം. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിലക്കിയത്, ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നമ്മൾ ഒഴിവാക്കുക, സൂക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ ഫുള്ള് തുമ്മലായിരുന്നു. അപ്പൊ തുമ്മല് നിക്കായിട്ട് രാത്രി ഒരു ഗുളിക കുടിച്ചു. അതിന്റെ ഉറക്കത്തിന് ഓട്ടുപോയിട്ടോണ്ടിരിക്കുന്നു. അതുപോലെ ഈ 5-ാം ആയത്തിന്റെയും 7-ാം ആയത്തിന്റെയും എല്ലാം അവരുടെ പശ്ചാത്തലങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. ഇതിൽ നിന്നുള്ള പാഠങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇപ്പോ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം മരങ്ങൾ കട്ട് ചെയ്തതിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ പൊതുവെ നശീകരണമായി കണക്കാക്കപ്പെട്ടേക്കാവുന്ന പ്രവർത്തികൾ ചെയ്യൽ അങ്ങേയറ്റ മഹത്തരമായ നന്മ നേടിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടികളായി പരിഗണിക്കപ്പെടുകയില്ല. അത് ഒന്നാമത്തെ. അതായത് ഇപ്പം ഈത്തപ്പഴം മരങ്ങള് മുറിച്ചു മാറ്റാന്ന് പറയുമ്പം അത് അത്ര നല്ല ഏർപ്പാടല്ല അല്ലെ. പക്ഷെ അതിനേക്കാളും മഹത്തരമായ ഒരു നന്മ നേടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ
ശരിക്കും ഈ ഒരു വിഷയത്തില് പിന്നെ ഈ ബനു നദീർക്കാർക്കെതിരെയുള്ള ഈ ഉപരോധ വേളയിൽ ഇങ്ങനെ ഈത്തപ്പഴം മരങ്ങൾ മുറിച്ചു മാറ്റിയതിന്റെ പേരില് പിന്നെ യഹൂദർ മുസ്ലിങ്ങളെ ആക്ഷേപിക്കണ്ടായിരുന്നു. കാരണം അവരെ ലക്ഷ്യം തന്നെ എന്താണ്? മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്നൊക്കെയാണ് അല്ലെ. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ കാര്യം പറയുന്നത്. അവർക്ക് അവരുടെ ഭൗതികമായ ഭയങ്കരമായ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഇതൊക്കെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കാൻ, അവരുടെ ദൗർബല്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രകാരം ഈ ഒരു നയം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൽപ്പിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ ഫൈഇന്റെ ഭാഗമായി കിട്ടുന്ന സ്വത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാന പ്രകാരമാണ് അത് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എപ്പോഴും സമ്പത്തിന്റെ ചെലവഴിക്കുന്ന വിഷയത്തിൽ അതിൽ ആവശ്യക്കാരായ ആളുകളെ പരിഗണിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ പൊതുവായ നന്മകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധാർജിത സ്വത്തിനാണ് ഈ ഫൈ എന്ന് പറയാം. യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് കിട്ടുന്ന, നമ്മൾ ഗനീമത്ത് പറയുന്ന പോലത്തെ മറ്റൊരു ഇതാണ് ഫൈ. അപ്പൊ അത് സമ്പത്തുള്ള ആളുകൾക്ക് കൊടുക്കാണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എപ്പോഴും നമ്മള് ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ എന്താക്കേണ്ടത്? കൊടുക്കുന്ന വിഷയത്തിൽ പരിഗണിക്കേണ്ടത് അല്ലെ, എല്ലാ കാര്യത്തിലും. ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിലായിക്കോട്ടെ, പലരും നല്ലോണം അറിയുന്ന, നല്ല ഇഷ്ടമുള്ള, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്താക്കും? നല്ലോണം കൊടുക്കും. എന്നാ അവരെ ആയിട്ട് അധികം വലിയ ബന്ധമൊന്നും ഇല്ലെന്ന ആവശ്യക്കാരാണ്, അത്രയും പ്രയാസപ്പെടുന്നവരാണ്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കൊടുക്കൂല. കൊടുക്കുന്ന വിഷയത്തിലെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന പൈ 5 ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കാന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഏകദേശം സമയമായല്ലോ, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ്, ഇനിയും കുറേ കാര്യങ്ങൾ ഈ സൂറത്തിൽ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ അതിന്റെ ഓരോ പോയിന്റും കൃത്യമായി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകട്ടെ. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്. അതായത് ഖുർആനിന്റെ പാരായണത്തിൽ ഇടയിൽ അർത്ഥങ്ങളും ആശയങ്ങളും ഒന്ന് നോക്കി പോകുന്നത് കൂടുതൽ നമ്മുടെ പാരായണത്തെ മികവുറ്റതാക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ആവർത്തിച്ചുള്ള നമ്മുടെ അർത്ഥത്തോടു കൂടിയുള്ള പാരായണം നമ്മളെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ സ്ട്രോങ് ആക്കാൻ നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഇരുത്തത്തെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും ദിക്റുകളും ഈ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹു സമാധാനം നൽകിയ, മനസ്സിന്റെ ഉടമകളാക്കിയ നമ്മളെയൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാര്യം ഇതിന്റെ കൂടെ ചേർത്ത് പറയാം. നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരി നമ്മളെ മിഷ്കാത്തിന്റെ ഒരു സ്ഥാപനം ഓഫ്ലൈനായിട്ട് ഒരു ദീനി സ്ഥാപനം, അത് വെറും ഹിഫ്ള് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന, ഖുർആനും ഹദീസുകളും മറ്റു ചരിത്രങ്ങളോടുകൂടി യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പഠനം, അത് പ്രായഭേദമന്യേ
ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഒരു സ്ഥാപനം തുടങ്ങാനിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിലെ ഒരു സഹോദരി അവരുടെ ഒരു 10 സെന്റ് സ്ഥലം അവർ നമുക്ക് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ അവര് ഒരു പൈസ പോലും വാങ്ങാതെ തരാൻ തയ്യാറായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരാണെങ്കിൽ ഒരുപാട് സമ്പത്തിന്റെ ഉടമയൊന്നും അല്ല കേട്ടോ. ഒരു വിധവയായ ഒരു സ്ത്രീയാണ്. പിന്നെ അവർക്ക് കാര്യമായിട്ട് വലിയ വരുമാനങ്ങളൊന്നും അങ്ങനെ ഇല്ല. വളരെ എന്താ പറയാ, പിന്നെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന, സ്വന്തമായി അവർക്കൊരു വീട് പോലും ഇല്ല, തറവാട്ട് വീട്ടിൽ നിൽക്കുന്ന. പക്ഷെ അവരുടെ മനസ്സിന്റെ ഒരു വിശാലത സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. എത്ര എത്ര ആൾക്കാർ ഇഷ്ടം പോലെ സ്വത്തും സ്ഥലവും ഒക്കെ കെട്ടിക്കിടക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10-15 സെന്റ് പിന്നെ ദീനിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ഒരു ദീനി സ്ഥാപനം തുടങ്ങുന്ന കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ റമളാനിൽ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ റമളാനിൽ ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയായിട്ടും നമുക്ക് അത് ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ ഒന്നുകൂടി റമളാനിൽ ആ ഒരു ആവശ്യം പറഞ്ഞപ്പോ അവര് പൂർണ്ണ മനസ്സോടെ അത് തരാൻ തയ്യാറായി. അത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ചെറിയ വിലയുള്ള ഭാഗത്ത് നോക്കുമ്പോൾ നല്ല റോഡും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥലത്തിന് വിലയുണ്ട്. മാഷാ അല്ലാഹ്. പക്ഷെ അവരത് തരാൻ തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശാലമായ മനസ്സ്, അള്ളാഹു അതിന് ഒരുപാട് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു വീട്, അവരുടെ മക്കൾക്കും എല്ലാം അള്ളാഹു തആല. ആ മക്കളും മാഷാ അല്ലാഹ്, ഒരു ഉമ്മാന്റെ ഒരു ആഗ്രഹം ഉമ്മ പറഞ്ഞപ്പോ മക്കൾ പറയൂലേ, നമുക്കൊന്നും വീടില്ല, നമുക്കൊന്നും ഒന്നും ഇല്ല ഉമ്മ, നമുക്ക് ആ സ്ഥലം വേണം, അതിന്റെ പൈസ വേണം. ആ മക്കളും പറഞ്ഞല്ലോ ഉമ്മാന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഉമ്മ ചെയ്തോ എന്ന് പൂർണ്ണ മനസ്സോടെ ആ മക്കളും സമ്മതിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അല്ലെ, എന്താണ് ആ ഒരു വിശാലത ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മള് ഇത് പറയുമ്പോ ഇല്ലേ, അവരുടെ മഹത്വ ആലോചിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്കിങ്ങനെ നമ്മളെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കോ? ഏഹ് നമ്മൾ കൊടുക്കോ? അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. മാഷാ അല്ലാഹ്. എന്താ പറയാ, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ സഹാബാക്കൾക്ക് ഉണ്ടായതുപോലെയുള്ള ആ ഒരു മനസ്സിന്റെ വിശാലത ഇന്നും നമ്മുടെ നാടുകളിലുള്ള, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. മാഷാ അല്ലാഹ്. അല്ലെ, ശരിക്കും അവർക്ക് ഉണ്ടായാലേ നമുക്ക് കേട്ടിട്ടില്ലേ, ലൻ 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 തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്നുള്ള ആയത്ത് കേട്ടപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഈത്തപ്പനത്തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ തയ്യാറായില്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരുപാട് ഒരുപാട് സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമുക്കറിയാലേ. അവരുടെ എത്ര 400 ഈത്തപ്പനങ്ങളുള്ള തോട്ടം, 40 ഈത്തപ്പനങ്ങളുള്ള തോട്ടം ഒക്കെ ദാനം ചെയ്യാൻ തയ്യാറായ ആ സഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട് അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് അല്ലെ പുളകം കൊള്ളാറുണ്ട്. പക്ഷെ നമ്മുടെ നേർക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ നമുക്ക് ഇല്ലേ നമ്മളടുത്തുള്ളത് കൊടുക്കുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഞാനൊന്നും കൂടി പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും അവസരങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയും ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തരണം. കാരണം ഇനി നമുക്ക് പിന്നെ കുറച്ചും കൂടി അതിന്റെ കൂടെ കുറച്ചും കൂടി സ്ഥലം വാങ്ങണം, അതിൽ ബിൽഡിംഗ് എടുക്കണം. അപ്പൊ നല്ല ലക്ഷങ്ങളല്ല കോടികൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും മനസ്സറിഞ്ഞ് അല്ലെ, നിങ്ങളെ കയ്യിൽ 10, 15, 20, 40, 50, 100 പവൻ സ്വർണ്ണങ്ങളുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരു പവൻ അല്ലെങ്കിൽ 2 പവൻ ഇപ്പൊ വിൽക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് മേലെ നല്ല തുക കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ നിങ്ങൾ വിറ്റിട്ട് അത് പിന്നെ ഈ ഒരു ഇതിലേക്ക് തരാൻ തയ്യാറാകണം. അത് അള്ളാന്റെ മാർഗത്തിൽ ഒരു ഇതായി അല്ലെ, വഖഫ് ചെയ്യുന്ന പോലെയായി. അള്ളാന്റെ മാർഗത്തില്ല, നമുക്ക് എപ്പോഴും അത് ജാരിയായ ഒരു സദഖയാണ് അല്ലെ. എപ്പോഴും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ പുണ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സൽക്കർമ്മമായത് മാറ്റാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റബ്ബേ, ഞങ്ങളിവിടെ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് നിന്നെക്കുറിച്ച് മാത്രമാണ് അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. നീ ഇത് കേട്ടു അല്ലെ, നിന്റെ മലായിക്കത്തുകൾ ഇതിന് ചുറ്റിലും സാക്ഷികളായി അവരുണ്ടായിട്ടുണ്ട്. അള്ളാഹുവേ സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഈ കൂടിയ ഞങ്ങളെല്ലാവരെയും അള്ളാഹു നിനക്കറിയാം അല്ലെ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിലാന്ന് പറഞ്ഞ ഫോണത്തിന് എന്തെങ്കിലും തരത്തില് തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ
ഈ ഈ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ഇല്ലാതാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ മിഷ്കാത്തിന്റെ ഒരു അത്യാവശ്യമാണ് അല്ലാഹുവേ ഇങ്ങനൊരു ദീനി സ്ഥാപനം. പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ, പല പണ്ഡിതന്മാരോടും ഞാൻ ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റ വാക്കൽ പറഞ്ഞു, തീർച്ചയായും നിർബന്ധമായി നിങ്ങളത് ചെയ്യണം, അങ്ങനെ ഒരു കാര്യം തുടങ്ങണം, അതിൽ നിന്നൊട്ടും പിന്മാറണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഓരോരുത്തർക്കും പേഴ്സണലായ കുറേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുണ്ട് അല്ലെ അള്ളാഹുവെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹുവെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ അത് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ. പരിപൂർണമായും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളും ദാനധർമ്മങ്ങളും നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും നോമ്പും എല്ലാം റഹ്മാനായ റബ്ബേ നീ പൂർണ്ണമായും കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. പരിശുദ്ധ റമളാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അതുപോലെ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് സ്വർഗം നേടാൻ കഴിയുന്നവരും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കഴിയാത്തവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. മാതാപിതാക്കളെ ക്ഷമയോടെ സഹനത്തോടെ പരിചരിക്കാനുള്ള എല്ലാ തൗഫീഖും എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്നും നേരത്തെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ, അവരിന്ന് ഖബറുകളിലാണ് അല്ലാഹുവേ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ അവർ കാരണമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ എല്ലാം ഓഹരി നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ പലരും ഇന്ന് രോഗികളായി കിടപ്പിലായിക്കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നുണ്ട് റഹ്മാനായ റബ്ബേ. ആ രോഗികൾക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ. ആശ്വാസം നൽകണേ റഹ്മാനെ. സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങളിൽ നീ സമാധാനവും ക്ഷമയും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാൻ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഇതുവരെ നീ എത്തിച്ചു തന്നു അല്ലാഹു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് റമളാനുകൾ വരുമ്പോൾ അതെല്ലാം നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ നേടിയെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. മുസ്ലിം ആയതിന്റെ പേരിലും അല്ലാതെയും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാ പ്രയാസങ്ങൾക്കും നീ ആശ്വാസം നൽകണേ അല്ലാഹ്. നീ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അല്ലാഹുവേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് യുദ്ധസമാനമായ ഭീതിയിൽ എല്ലാവരും പ്രയാസപ്പെടുകയാണ് അല്ലാഹുവേ. അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ നാടുകളിൽ നീ നിർഭയത്വം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന അവസരം നഫ്സുൻ മുത്മഇന്ന യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന ആ ഒരു വിളി കേൾക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. തൗഹീദിന്റെ വക്താക്കളായി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെടുന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറുകളിലേക്ക് കൊണ്ടുവെക്കുന്ന അവസരം അല്ലാഹുവേ. ആ ഖബറുകൾ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് അവിടെ വെളിച്ചമായി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിലെ ചോദ്യങ്ങൾക്ക് അല്ലാഹുവേ കൃത്യമായ ഉത്തരം പറയുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ യാതൊരു പതർച്ചയും വരാതെ അല്ലാഹുവേ നിന്റെ കലാമിനെ
ഇമാമായി സ്വീകരിച്ച നിന്റെ റസൂലിനെ ഞങ്ങൾ പിൻപറ്റി ഈ ദുനിയാവിൽ ജീവിച്ച അള്ളാഹുവെ, നിന്നെ ഞങ്ങൾ അനുസരിച്ച് ഈ ദുനിയാവിൽ ജീവിച്ച അള്ളാഹുവെ, അതിന്റെ എല്ലാം കാരണത്താൽ ഞങ്ങളുടെ ഖബറുകൾ ഞങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുവാൻ, ഞങ്ങൾ അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കി തരണേ റഹ്മാനെ. മരണാനന്തരം ഖബറിന് ശേഷം മഹ്ശറാവേളയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹുവേ, നിന്റെ അഹലുകാരിൽ, ഖുർആനിന്റെ ആൾക്കാരിൽ, അള്ളാഹുവിന്റെ കുടുംബക്കാരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഗ്രന്ഥം ഞങ്ങൾക്ക് നീ വലത് കയ്യിൽ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സിറാത്തിലൂടെ കടക്കുന്ന സമയത്ത് മിന്നൽ വേഗതയിൽ കടക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിലെത്തുന്ന സമയം അല്ലാഹുവേ, എല്ലായ്പ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉതകുന്ന രീതിയിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ നീ അകറ്റണമേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ ഹിദായത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറകൾക്കും നീ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ടും ഇണകളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളുണ്ടായിട്ടും അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് റഹ്മാനായ റബ്ബേ. ആ മക്കൾക്ക് നീ ഹിദായത്ത് നൽകി മാതാപിതാക്കൾക്ക് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളെ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന പലതരത്തിലുള്ള അനാവശ്യമായ ലഹരികളിലും മറ്റ് അള്ളാഹു വിയോഗിച്ച പ്രവർത്തനങ്ങളിലും പോയി പെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങളെയും മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കരുണ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലാഹുവേ. നീ കരുണ ചൊരിയുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും ഞങ്ങൾക്ക് വേണ്ടി നീ സജ്ജീകരിച്ചു തന്ന അല്ലാഹുവേ, നീ അല്ലാതെ ഞങ്ങൾക്കൊരു ഇലാഹില്ല. നീ അല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് ഓരോ സെക്കൻഡുകളിൽ ഞങ്ങൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓക്സിജൻ അല്ലാഹുവേ, ഒരു ചില്ലിക്കാശ് ചെലവാക്കാതെ ഞങ്ങൾ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. നീ ഞങ്ങൾക്ക് ആരോഗ്യം നൽകി അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകി അൽഹംദുലില്ലാ. എല്ലാ സ്തുതിയും നിനക്കാണ് റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ നൽകിയതിനെ തടയാനും ഒരാൾക്കും സാധിക്കില്ല. നീ തടഞ്ഞത് നൽകാനും ആർക്കും സാധിക്കില്ല അല്ലാഹുവേ. നീ ഒരുപാട് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. നീ തന്നതിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് അല്ലാഹുവേ നീ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകി, ഈമാൻ നൽകി, പരിശുദ്ധ ഖുർആൻ നൽകി, അത് പഠിക്കാനുള്ള അവസരം നൽകി, ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾക്ക് നീ നിർഭയത്വം നൽകി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് നൽകി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവേ, നിന്നിലേക്ക് അടുപ്പിക്കുന്ന, നിന്റെ ഇഷ്ടം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹിദായത്ത് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഈനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. وادخل الجنة يا رب العالمين. وادخلنا الجنة يا رب العالمين.
وادخلنا الجنة الفردوس يا رب العالمين. اللهم ربنا تقبل منا صيامنا، اللهم ربنا تقبل منا صلاتنا، اللهم ربنا وتقبل منا قراءة قرآننا يا رب العالمين يا أرحم الراحمين يا ذا الجلال والإكرام. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എനിക്ക് ഇന്ത്യ അറിയില്ല അല്ലെ, നസീർ ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. എല്ലാരും ലെഫ്റ്റ് ആയിക്കോ കേട്ടോ.